ഇതിപ്പോ നമ്മളെ തോട്ടത്തിലുണ്ടായ ഞാൻ വീഡിയോ എടുത്ത മിയാസാക്കി അല്ലേ? അതെ അതെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നീ വന്നിട്ട് നമ്മള് അപ്പൊ എടുത്തില്ലേ? ഒന്നായിരുന്നല്ലോ ഉണ്ടായത് നല്ല അന്നേരത്തെ പഴുത്തത്. അന്നേരത്തെ ഇതായിരുന്നു പഴുത്തിട്ടുണ്ടായിരുന്നാലും ഇപ്പൊ ഇന്ന് കിട്ടിയതാണ് ഇത്, കണ്ടോ? ഇന്ന് ഇതാണ് ഇത് പഴുത്തിട്ട്. ഇതിന്റെ സ്വഭാവം എന്താ വെച്ചാൽ, നമുക്കിതിപ്പോ നല്ല കളറല്ലേ? ഒരു 8-10 മാങ്ങപ്പോ നമ്മളിപ്പോ ഇത് എടുത്ത് നമ്മള് ഇത് അടിച്ചിട്ടുണ്ട്, സാമ്പിൾ അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒക്കെ ഒരേപോലെ ഞെട്ടി പഴുത്തിട്ട് ഒരു പുഴുക്കുത്തോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ചുണ വലിക്കുന്നത് കാണാം. നമ്മളാ ഒരു ടാഗിലുള്ള അതേ അതെ കളറല്ലേ? അതേ കളറ്. നമ്മള് നേരത്തെയൊക്കെ ഇത് കാണുമ്പോൾ ആളുകൾ അതങ്ങനെ കളറ് പെയിന്റ് അടിക്കുന്നതാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ പല റിവ്യൂകളും നമ്മൾ പല രീതിയിലുള്ള വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോ രണ്ടു ദിവസമായി നമുക്ക് കിട്ടിയത്. നോമ്പായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ശരിക്കും തോട്ടത്തിൽ കാരണം നിന്ന് എന്താ വെച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ എടുക്കുന്ന ശരിക്കും വീഡിയോ അവിടെ തന്നെ അറുത്ത് കിട്ടണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, നോമ്പിനാണ് എല്ലാം പെട്ടത്. അതുകൊണ്ട് നമുക്ക് നോമ്പ് തുറന്നിട്ട് അതിനിപ്പോ നമ്മൾ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ കാരണം നമുക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആളുകളിൽ എത്തിക്കണ്ടേ. നമുക്കൊന്ന് കട്ട് ചെയ്യാല്ലേ? ഒന്ന് കട്ട് ചെയ്ത് നോക്കുക നമുക്ക് എന്താണെന്നുള്ളത്. നല്ല ഫ്ലേവറാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെ പിന്നെ കയ്യൊന്നും കൂടെ ശരിക്കും പോകുന്നില്ല, അങ്ങനത്തെ ഫ്ലേവറാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ സീഡ് കണ്ടോ? സീഡ് അധികം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാര്യമായിട്ട് കഴമ്പാണല്ലോ ഉള്ളതാ. ബ്ലൈഡായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് കണ്ടോ? നമ്മൾ പുറത്തത്തെ വീഡിയോസ് കാണുന്ന പോലെ അല്ലേ? കണ്ടോ? തീരില്ലല്ലോ, ഒട്ടുമില്ല. അതാ ഇത് ഇത്രയേ ഉള്ളൂ, ബ്ലേഡ് പോലെ. ബ്ലൈഡ് ശരിക്കും ബ്ലൈഡ്. ഇങ്ങനെ ആ അണ്ടി തന്നെ നമുക്ക് വേറെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ എത്ര ഇതുണ്ട്. എൻ്റെ ഒരു വിരല് അതിനകത്ത് വെച്ചതാണ്. ഒരു വിരലിന്റെ വണ്ണം കൂടെ അല്ല. ഇനി ക്യാമ്പുണ്ട്. അതല്ല, നമുക്ക് ഈ വെള്ളം കാണുമ്പോൾ ഇവിടെ മൊത്തം ആയിട്ടില്ല. ഒരു ബ്ലേഡിന്റെ കനം തന്നെ ഉള്ളൂ. കത്തിനോട് വെച്ച ഒരു ബ്ലേഡിന്റെ കനം തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതുപോലെ പീസ് ഓലൊരു റിവ്യൂ പറയട്ടെ. ഒരുപാട് ഇങ്ങനെ ഏതായാലും കാത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിന് കണ്ട ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇത് തൊലി ചെത്താതെ തന്നെ ഇതാടോ പഴം. അതായത് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ തൊലി പൊളിക്കുന്ന പോലെ ഒരു ധൈര്യമായിട്ട് പൊളിക്കാൻ കാരണം എന്താ വെച്ചാൽ, അതിന്റെ മുമ്പുള്ളതൊക്കെ നമുക്ക് ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതാട്ടോ നോക്കൂ, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാണിയും ഇതിനെ നശിപ്പിക്കുന്നില്ല. അത്രയും പഴുത്തിട്ടും തൊലി കിട്ടിയതല്ലേ. ഹോളെന്നാളൊരു ഒരു മാങ്ങ ഫുള്ള് തിന്നാണ്. അന്ന് എനിക്ക് റിവ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ നോമ്പാണ്. ഫ്ലേവറോ തൊലി ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് തൊലി ചെത്തേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് പിടിച്ചോ. ഓളൊരു മാങ്ങ ഒറ്റക്ക് തിന്നിട്ടുണ്ട്. മണങ്ങ് വെടുക്കന്നെ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുകയാണ് കേട്ടോ. എന്താ ഇത് വരുന്നത് അറിയോ? രണ്ടാളും പറഞ്ഞു കൊടുക്കി. നിങ്ങൾ പറഞ്ഞു കൊടുക്കി, എങ്ങനെ ഉണ്ട് പറഞ്ഞു കൊടുക്കി. ടേസ്റ്റ് പറയും. മതിയായിട്ടില്ല അല്ലേ? കുറച്ചുകൂടെ വലിയ കഷ്ടം കിട്ടണേ. ഇനി ഒരു പീസ് നീയൊന്ന് കഴിച്ചു നോക്ക്. എന്താ ടേസ്റ്റ് നോക്കാം. നമ്മളിവിടെ ഒന്നും ഇല്ലാത്ത, ഒന്നിനോട് സാമ്യമില്ലാത്ത. പിന്നെ തൊലി കഴിച്ചു. തൊലിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ആളുകൾ ഇത് ഫസ്റ്റ് നമുക്ക് ഇവിടെ വരുമ്പോൾ മിയാസാക്കി ഇവിടെ കായ്ക്കൂല, അങ്ങനെ അത് നമ്മളിവിടെ ചെയ്താൽ അത്ര ക്ലിയർ ഇല്ല, അത് പിന്നെ വേറൊരു കമ്പനീൻ്റെ സംഭവമൊക്കെ സത്യമായിരിക്കാം. പക്ഷേ ഒരു കമ്പനി ബ്രാൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷേ നമ്മളിപ്പോൾ ഫോട്ടോയിലും ഇതിലൊക്കെ കാണുന്ന പുറത്ത് വരുന്ന മിയാസാക്കി എന്ന് പറഞ്ഞാൽ സെയിമാണ് നമുക്കിവിടെ കിട്ടിയത് എന്നുള്ളതിൽ ഇനിയിപ്പോൾ ആരും വേറെ അതിൽ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഒന്നല്ല, നമുക്കിപ്പോൾ ഒരു 2-3-4 മാവുകൾ ഇവിടെ കാഴ്ചു. അതിലൊക്കെ മാങ്ങയുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരേപോലെ തന്നെ നല്ല കളർ. ഒരു ടൈമിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ നല്ല നമ്മുടെ ഒരു കാപ്പി കളറിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പഴുക്കുന്ന സമയത്ത് വേറൊരു കളറിലോട്ട് വന്നിട്ട് നമ്മൾ അറുത്ത് വെച്ച് പഴുപ്പിച്ചിട്ടില്ല ഒന്നും. അതായത് നമ്മളെ കണക്കിന് അത് മൂക്കാനുള്ള ടൈം ആയിട്ടില്ല. വളരെ ടൈം പീരീഡ് കുറവാണിത്. ഒരുപക്ഷെ ഇതിന് ഇത്ര പേരൊക്കെ വരാൻ കാരണം ചിലപ്പോൾ അതായിരിക്കും. ഇപ്പം അതിൻ്റെ കൂടെ ഉണ്ടായതാണ് നമുക്ക് കിങ് ഓഫ് ചക്കപ്പത്ത്. അതൊക്കെ ഇപ്പോൾ നമ്മളെ വീഡിയോ പഴയതായിട്ട് കണ്ട ആളുകൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അതേ ടൈമിൽ ഇതും ചെറുതായിരുന്നു, അതും ചെറുതായിരുന്നു. അതേപോലെ നാംഡോക്ക് മൈ ഗോൾഡ്. പക്ഷേ ഇതിനൊന്നും ഇപ്പോഴും ഒരു അനക്കവും പറ്റിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും അവിടെ അതേ സ്റ്റേജിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മളെ മിയാസാക്കി ഇപ്പോൾ ഏതാണ്ട് നമുക്കൊരു 8 പഴുത്തത് കിട്ടി. 3-4 മാങ്ങയും കൂടിയാണ് നമ്മളെ കയ്യിൽ അതുമ്പോൾ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മളിത് എങ്ങനെങ്കിലും നോമ്പ് കഴിഞ്ഞേ വരെ നിൽക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അറുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷേ കഴിയുന്നില്ല. എന്തായാലും അത് പഴുത്ത് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുള്ളത് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും 1-2 അല്ലല്ലോ, അതും ചെറിയ കവറിലും പോട്ടിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത്ര മാങ്ങ നമ്മളവിടെ ഉൽപ്പാദിപ്പിച്ചു. അത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ എല്ലാ കളറും കാര്യങ്ങളൊക്കെ ജെന്യൂനിൽ ആളുകൾക്ക് കാണിക്കാൻ കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ കാണാനുള്ള കൗതുകമാണെങ്കിൽ ഭയങ്കര നമ്മൾ ആ കളറൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച പോലെയല്ലേ കിടക്കുന്നത്. മിയാസാക്കി ഞാനിവിടെ ഉണ്ടാക്കി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ മിയാസാക്കി നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് വന്നാൽ, അങ്ങനെ കൊൽക്കത്തയിൽ നിന്ന് വന്നിട്ട് നമ്മളിവിടെ 2-3 വർഷം വളർത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കാര്യം ഉറപ്പാണ്, മിയാസാക്കി നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും മിയാസാക്കി ഇപ്പം നമ്മൾ മിയാസാക്കി ആയിരിക്കണം, വേറെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് കൊൽക്കത്ത എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് ഒരു കാര്യം ഉറപ്പാണ്, കൊൽക്കത്തയിൽ നിന്ന് വരുന്ന മിയാസാക്കി ആണെന്ന് പറഞ്ഞ് വരുന്നത് ഒറിജിനൽ മിയാസാക്കി തന്നെയാണെന്ന് നമ്മളിവിടെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഏത് നഴ്സറിയിൽ നിന്നും മിയാസാക്കി ആണെന്ന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയാൽ വാങ്ങാൻ വെക്കുക. കായ്ക്കുന്ന 100% ആണ്. എല്ലാവരും വീട്ടിൽ ഓരോ മിയാസാക്കി താല്പര്യമുള്ള മാവ് താല്പര്യമുള്ളവരൊക്കെ വെക്കുക. പക്ഷേ അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് മിയാസാക്കി ആണെന്ന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് നിങ്ങൾ വാങ്ങിക്കോളി. തങ്കയത്തിൽ നിന്ന് വാങ്ങണം നമ്മൾ പറയുന്നില്ല. അങ്ങനെയാണെങ്കിലല്ലേ നമ്മളെ പരസ്യമുള്ളൂ. നമ്മളിത് ആളുകൾക്ക് വേണ്ടി റിവ്യൂ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.